മദീന മുനവ്വറയിൽ എല്ലാം അത്യപൂർവ കാഴ്ചകളാണ്. റൗള ഷരീഫിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യവിശ്രമസ്ഥാനത്ത് ഈ കാഴ്ച ലോകത്ത് ഒരാൾക്കും എവിടെയുമില്ല എന്നതാണ് സത്യം. ഒരു മഹാത്മാവിൻ്റെ അന്ത്യവിശ്രമസ്ഥാനത്ത് ജനലക്ഷങ്ങൾ സമയവ്യത്യാസമില്ലാതെ ഋതുഭേദങ്ങളില്ലാതെ എന്നും എപ്പോഴും വന്ന് സന്ദർശനം നടത്തുന്ന ഈ ഒരു മഹാകാഴ്ച പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമേ ഉള്ളൂ. വേലിയേറ്റങ്ങളാണ്. ഇന്ന് റബീഉൽ അവ്വൽ 12 ജനലക്ഷങ്ങളുടെ പ്രണയപ്രവാഹമാണ് ഇവിടെ കാണുന്നത്. ഇത് ലോകത്തൊരു നേതാവിനും ലോകതലത്തിൽ ഇല്ലാത്ത ഒരു കാഴ്ചയാണ്. വിശ്വാസികളുടെ ഹൃദയംഗമായ സ്നേഹ സലാം സമർപ്പണത്തിൻ്റെ കാഴ്ച. അവിടെ വലിയൊരു പുതുമ ശ്രദ്ധിച്ചത്, നമ്മൾ എവിടെ ക്യൂ നിൽക്കുകയാണെങ്കിലും ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും ക്യൂ വേഗം അവസാനിക്കണമെന്നാണല്ലോ വിചാരിക്കുക. മുമ്പിലുള്ള ആളുകൾ ക്യൂവിൽ നിന്നൊന്ന് മാറിക്കിട്ടിയിട്ട് വേണം, അവർ കടന്നു പോയിട്ട് വേണം നമുക്ക് വേഗം ലക്ഷ്യത്തിലേക്ക് എത്താൻ. ഇത് ലോകത്ത് എവിടെ ക്യൂ നിൽക്കുമ്പോഴും ഉണ്ടാകുന്ന അവസ്ഥയാണ്. അതിന് അപവാദമായ ഒരു കാഴ്ചയാണ് മദീന മുനവ്വറയിൽ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം പറയാൻ വേണ്ടി ജനലക്ഷങ്ങളുടെ ക്യൂ കാണുമ്പോൾ, അവിടുത്തെ റൗള ഷരീഫിലേക്ക് അടുത്തെത്തുമ്പോൾ ക്യൂ അവസാനിക്കരുതേ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. മുൻപിലുള്ളവർ വേഗം കടന്നു പോകരുതേ എന്ന് ചിന്തിക്കുന്ന ഒരേ ഒരു ക്യൂ ആണ് റൗള ഷരീഫിലുള്ള ക്യൂ. കാരണം തങ്ങൾ കരുതി വെച്ച സലാത്ത് സലാം സമർപ്പണത്തിന് അവസരം കൂടുതൽ ലഭിക്കണമെങ്കിൽ മുമ്പിൽ നിൽക്കുന്നവരുടെ ക്യൂ അവസാനിക്കാതിരിക്കണം. അവർ മുമ്പിൽ തന്നെ നമ്മെപ്പോലെ സലാത്ത് സലാം തുടരുന്നത് എത്രയും ദൈർഘ്യമുണ്ടാകുന്നത് സന്തോഷമുള്ള കാഴ്ചയാണ്. ഈ ഒരു അത്യപൂർവമായ ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഈ അണിയൊപ്പിച്ചുള്ള സലാം പറയാനുള്ള തിടുക്കം, ഇങ്ങനെ ഒരു ലോകൈക മഹാനേതാവ് ആർക്കുണ്ട്, എവിടെയുണ്ട്? സല്ലല്ലാഹു വസല്ലമ അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്.